അപ്പോൾ നമ്മൾ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തത് നമ്മൾ റിട്ടേൺ ചെയ്തായിരുന്നു. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് മീഷോയിൽ നിന്നാണ് ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്ത് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ട്രൈപോഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ 2 ഐറ്റംസ് കൂടിയുണ്ട്. ട്രൈപോഡ് 3110 അപ്പോൾ നമുക്കിതിൻ്റെ പാക്കേജ് നോക്കാം. ആദ്യം തന്നെ പറയേണ്ട കാര്യമാണ് കേട്ടോ, ഇതിൻ്റെ പാക്കേജിങ് ഒട്ടും കൊള്ളത്തില്ല. ഇതേ നോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ അവർ ശരിക്കും ഈ ഡെലിവറി ബോയ്സ് അവർ കൊണ്ടുവരുന്ന ബാഗിനകത്ത് വെക്കുന്നതിൻ്റെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇത് ഒരുമാതിരി ആയിപ്പോയി. പക്ഷേ ട്രൈപോഡിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ആദ്യം പേടിച്ചിട്ടൊന്ന് തുറന്നു നോക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈപോഡിന് പ്രശ്നമൊന്നുമില്ല, ഡാമേജ് ഒന്നുമല്ല, നല്ല ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു തുണിയുടെ ഒരു കവറിനകത്താണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ബാഗിൽ വന്നിരിക്കുന്നത് ട്രൈപോഡ്, അതിൻ്റെ നമ്മൾ ഫോൺ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് സെറ്റാണ്, പിന്നെ ഒരു മൈക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 ഐറ്റംസ്. നമ്മുടെ ട്രൈപോഡിൻ്റെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റാൻഡിലേക്ക് ഞാനൊരു ഫോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, കാലുകൾ എക്സ്ട്രാ ഉണ്ട്. അത് ഞാൻ ഉയർത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ചെറിയ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇത് മതിയല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലോപ്പായിരുന്നെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാക്കേജിങ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് ഒരു ഭയങ്കര ലൂസായിരുന്നു കേട്ടോ. ഈ പിടി പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ലൂസായിട്ടായിരുന്നത്. പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആകെ ചെയ്തത് ഈ ഒരു സ്റ്റാൻഡ്, ഈ മൊബൈൽ വയ്ക്കാനുള്ള ഈ സ്റ്റാൻഡ് പിടിപ്പിച്ചു, അതൊന്ന് ടൈറ്റ് ചെയ്തു. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഫുള്ള് ലൂസായിരുന്നു. അത് മുഴുവൻ നമ്മൾ തന്നെ ടൈറ്റ് ആക്കുക ചെയ്തിരുന്നത്. ഈ ഹാൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതാണ് ശരിക്കും പറയേണ്ടത്. ഇതേപോലെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫോണൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം എങ്ങാനും താഴെ പോകുന്നൊരു ടെൻഷനായിരുന്നു. ഇതെന്തായാലും നല്ല എന്താ പറയുക, നല്ല ടൈറ്റാണ് ഈ സംഭവം. ഇത് കണ്ടോ, നല്ല ടൈറ്റാണ്. നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഫോൺ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ കാല് നമുക്കൊന്ന് ഉയർത്തി നോക്കാം. അപ്പോൾ ഇതിൽ ഓരോ 3 ലോക്ക് വെച്ചിട്ടുണ്ട്. 3 കാലിലും കൂടെ മൊത്തം 9 ലോക്കുണ്ട്. അപ്പോൾ ഈ ലോക്കെല്ലാം അഴിക്കണം. ലോക്ക് എല്ലാത്തിൻ്റെ അഴിക്കുക. ഇപ്പോൾ ലോക്ക് അഴിച്ചിട്ടുണ്ട്. എന്തേരെ ഉയരം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ലോക്ക് ഇടാൻ മറക്കല്ലോ കേട്ടോ, ലോക്ക് ഇട്ട് വെക്കണം. ഇപ്പോൾ ഇതിന് ഇത്രയും ഉയരം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ, ഇത് ഞാൻ ഉയർത്തിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഉയർത്തി കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഈ സ്റ്റാൻഡിന്. ശരിക്കും നമുക്ക് റീൽസും വീഡിയോസ്, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാട്ടോ ഈ സ്റ്റാൻഡ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനായിട്ട് അത്ര ഇതാന്ന് പറയാനുള്ളത്, ഇതിൻ്റെ കാല് നമ്മൾ ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇത് കുഴപ്പമില്ല. ഇത് കണ്ടു, ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ലാസ്റ്റത്തേത് ഇത് ഭയങ്കര തിന്നാണ്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ഇച്ചിരി വെയിറ്റുള്ള ഫോണാണെങ്കിൽ ഈ സ്റ്റാൻഡ് അത്ര എന്താ പറയുക, ഈ ഒരെണ്ണം അത്ര പെർഫെക്റ്റ് അല്ല. അപ്പം ഈ 2 എണ്ണം മാത്രം ഉയർത്തിയാൽ മതി. ഇനി നമുക്ക് ട്രൈപോഡിൻ്റെ കൂടെ വന്ന 2 ആക്സസറീസ് ഉണ്ടല്ലോ, അതും നോക്കാവേ. അപ്പം ഈ ഹെഡ്സെറ്റ് ഞാൻ എടുത്ത് യൂസ് ചെയ്തായിരുന്നു, സൂപ്പറാണ്. റിയൽമിയുടെ ഒരു ഹെഡ്സെറ്റ് ആട്ടോ. പിന്നെ ഇതിലേതേ ഒരു കാന്തം വർക്കാവുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും, കെട്ടുകൂടി പോകത്തോ അങ്ങനെയൊന്നുമില്ലേ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂല്ലോ. പിന്നെ നല്ല എന്താ പറയുക, നല്ല സൗണ്ടൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഹെഡ്സെറ്റ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും ബസ്സിലൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ കേൾക്കാൻ അങ്ങനെയൊക്കെ കൊള്ളാം. എന്തായാലും നല്ലൊരു ഐറ്റമാണിത്. പിന്നെ ഈ മൈക്ക് ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇത് 3നും കൂടെ പ്രൈസ് വന്നത് ഇതിന് 363 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഈ 3 ഐറ്റത്തിനും കൂടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിന് റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ, 432 രൂപയാണിത്. ട്രൈപോഡ്, മൈക്ക്, ഹെഡ്സെറ്റ് ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് 3 എണ്ണം ഉണ്ടെന്ന്. 3 രൂപയ്ക്ക് ഞാൻ നോക്കിയിട്ട് നല്ലൊരു, അതായത് ന്യൂ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ.